പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങി കിടക്കണ കണ്ട് കർത്താവ് വ്യക്തിയെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവരും യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിൻ്റെ തിരുമുറുപാടുന്ന വരതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിൻ്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യത്തിന്, ഈ നാടിന് ഭരിക്കാൻ പോകുന്നത്, അവർക്ക് ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങൾ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വർഗീയത,
കൂടുതൽ രൂക്ഷമായിട്ട് പല്ലും നഖവും എടുത്ത് വളർത്തിയെടുത്തതിൻ്റെ പേരിൽ എല്ലാ മേഖലകളിലും ജനങ്ങൾ ചേരിതിരിഞ്ഞ് വൈരാഗ്യ ബുദ്ധിയോടുകൂടി വെറുപ്പ് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ്. കൃഷിയിടങ്ങളെല്ലാം തുറന്ന് കിടക്കുന്നു. അവിടെ ആർപ്പുവിളികളും പാട്ടുകളൊന്നുമില്ല, ഉൽപ്പാദനങ്ങളില്ല. വെറുപ്പിൻ്റെ കൃഷി ഇറക്കുകയും അതേസമയം തന്നെ രാജ്യം അരാജകത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എല്ലാ സ്കൂളുകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് മേഖലകളാണ്. ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ജോലി പിൻവാതിലൂടെ ഒപ്പിക്കുന്നവർ, അതേസമയം തന്നെ ജനങ്ങൾക്ക് ആശ്രയമായിരുന്ന പല ജോലി സംവിധാനങ്ങളും നോക്കുകുത്തിയെപ്പോലെ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന അരാജകത്വം വലുതാണ്. ദൈവമേ, ആ മേഖലയിലെല്ലാം മനുഷ്യന് സുബുദ്ധി തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവും വിദ്യാഭ്യാസപരമായിട്ട് മനുഷ്യൻ ഒരു വട്ടം മനുഷ്യരെ തീർത്തും അശക്തരാകും. അതുപോലെ തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ട് മാറുന്നു. അവരെ ഓർത്താൻ ഞാൻ ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചു കൂട്ടുന്നത്. കർത്താവേ, അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് ഈ കാലങ്ങളിൽ ബൈബിള് ഇട്ടുകൊടുത്തിരിക്കുന്ന എക്കാലത്തെയും വലിയ പിടിവള്ളി ഇതിൽ മനുഷ്യൻ ആശ്രയിച്ചിരിക്കുന്നവരെല്ലാം നിൻ്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി, വീട്, വിവാഹം, ആരോഗ്യം, യാത്ര, സാമ്പത്തിക ബാധ്യത, വിറ്റുമാറ്റാനുള്ള തൊഴിലുകൾ, കടങ്ങൾ, ജപ്തി നടപടി, വിവാഹ ആലോചനകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ഭവനരഹിതർ, ഏതെല്ലാം മേഖലകളിൽ അങ്ങയുടെ മക്കളെ വേദനിക്കുന്നുണ്ടോ, അന്തഃഛിദ്രം വന്ന കുടുംബങ്ങൾ, കേസും വാക്കാടവുമായിട്ട് നടക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന കുടുംബങ്ങൾ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ ആശങ്കകൾ വരികയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞവരെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം, നീ പോകുന്ന ഇടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകുന്ന അല്ലച്ചിട്ട് കർത്താവേ, നിൻ്റെ ചൈതന്യം അവരേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ നമ്മളുമായിട്ട് വളരെ പ്രായോഗികമായിട്ട് സഹായിക്കുന്നൊരു വചനമുണ്ട്. അത് യോഹന്നാൻ 3:21. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. മതി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവന്റെ സത്യം പ്രവർത്തിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നു. കാരണം അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. അത് കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണ പോലെ ചെയ്യണമല്ലേ, പക്ഷെ അത് പ്രവൃത്തിയല്ലേ. പക്ഷെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ഐക്യപ്പെട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളോർക്കും പിന്നെ ഞങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണമെന്ന്. പക്ഷെ ചിലരങ്ങനെയല്ല. പലരും ഈ ഇൻറ്റൻഷൻ ഐക്യത്തിലാണ് ചെയ്യണത്, നിയോഗ ഐക്യത്തിൽ. അവിടെ ഒരു ഭയങ്കര തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവ ഐക്യത്തിലല്ല ചെയ്യണം ഉടമ്പടി. ഇപ്പം നിങ്ങൾക്ക് വിസ കിട്ടണില്ല, ഉടനെ നിങ്ങളെന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കും. എന്നിട്ട് നിങ്ങളെ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവേ. എന്തിനാണ്? വിസ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്താ? നിയോഗ ഐക്യത്തിലാണ് ചെയ്യണം. ദൈവത്തിന് അവിടെ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ വീട് ജപ്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൻപുറത്താണെങ്കിലും ഈ ഉടമ്പടി എടുത്തില്ലെങ്കിലും നിങ്ങൾ കുർബാനയും കുമ്പസാരവും ഒക്കെ എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ വിഷയം? ദൈവ ഐക്യത്തിലല്ല, നിയോഗ ഐക്യത്തിലാണ്.
ഇത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇരുട്ടി തപ്പണാണ്. എന്ന് വെച്ചാൽ നിയോഗ ഐക്യത്തിന് ദൈവതിരുസന്നിധിയിൽ ഒരു സൽപ്രവൃത്തിയും സ്വീകാര്യമല്ല. അതിൻ്റെ അകത്തൊക്കെ വരുന്നൊരു വിഷയം വെച്ചാൽ ദൈവത്തിനവിടെ റോളില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതാ. അതുകൊണ്ട് തന്നെ അത് പക്ഷെ മനുഷ്യൻ അറിയാതെ വിചാരിക്കും അപ്പം നമ്മൾ പ്രാർത്ഥിക്കില്ല, അപ്പം ദൈവത്തോടല്ലേ, ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ ഐക്യമാരാണ് നിയോഗത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് യോഹന്നാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയണത്. നിങ്ങളുടെ പ്രവർത്തികൾ സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവന്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തികൾ ദൈവ ഐക്യത്തിലാണെന്ന് നോക്കണം. അതാ നിയോഗ ഐക്യത്തിൽ തന്നെ കിടക്കണം നോക്കണം. ഇപ്പോഴ് നമ്മൾ പെട്രോൾ അടിക്കണ മുമ്പേ നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോഴേ അവരാ നോബ് ഇങ്ങനെ പിടിക്കുമല്ല. നോബ് പിടിച്ചിട്ട് അവർ കാറേട്ടല്ല നോക്കണത്. അവർ പെട്രോളിൻ്റെ ആ ഡാഷ്ബോർഡില്ലേ അതുമേലാണ് നോക്കണത്. എന്താ നോക്കണത്? ഡീസലാണ് അടിക്കാൻ പോണത്, പെട്രോളാണ് അടിക്കാൻ പോണെന്നാണ് നോക്കണത്. അത് നോക്കിയിട്ട് നമ്മളോട് ചോദിക്കും ഡീസലാണോ പെട്രോളാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പെട്രോളാണ് അല്ലെങ്കിൽ ഡീസലാണെന്ന് പറയുമ്പോൾ അവരങ്ങോട്ടും നോക്കും. അവർ പിടിച്ചിരിക്കുന്ന നോബ് ഡീസലിൻ്റെ ആണ് പെട്രോളിൻ്റെ ആണ്. കാര്യം ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥ എന്താണ്? പെട്രോൾ ടാങ്കിൽ ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം എഞ്ചിന് ഊരി കഴുകേണ്ടി വരും. അപ്പം അതുപോലെ തന്നെയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ദൈവ ഐക്യത്തിലാണോ നിയോഗ ഐക്യത്തിലാണോ നോക്കണം. നിയോഗ ഐക്യത്തിലാണെങ്കിൽ പെട്രോൾ ടാങ്കിൽ ഡീസൽ അടിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ അല്ലേ? അമ്മ മാതാവിനും തിരുകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ ജോസഫ് സുരേഷ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ 2 തവണ എക്സാം എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എളുപ്പം കിട്ടും, അത്ര വലിയ പഠിക്കണ്ട എന്നുള്ള ലാഘവത്തോടു കൂടി തന്നെയാണ് ഞാൻ ആദ്യത്തെ തവണ എക്സാം എഴുതിയിരുന്നത്. പക്ഷെ 2 തവണ കിട്ടാതായപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറായി, അവർ സെക്കൻഡ് ഇയറിലോട്ട് പോകുന്നു, അവർ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിവൽ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ഇരിക്കുകയാണ്. എനിക്കിതൊക്കെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിരുന്ന ആളായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 1-2 തവണ ഇവിടെ വന്നിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇവിടെ വരാനാണെങ്കിലും. ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മേനോട് പറയുമെങ്കിൽ കൂടി ഞാൻ പറയുമായിരുന്നു എല്ലായിടത്തും മാതാവില്ലേ, പിന്നെ ഇവിടെ മാത്രം എന്ത് ഇത്ര പ്രത്യേകത, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ ഞാൻ അവരോടും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ തവണ എക്സാം ഡേറ്റ് അമ്മയാണ് എടുത്തിരുന്നത്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു നീ ഒന്ന് എടുത്ത് നോക്ക് എന്ന് അത്രയും സോഫ്റ്റായിട്ട് എന്നോട് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു എന്തായാലും പറഞ്ഞല്ലേ വെറുതെ എടുത്തേക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എടുത്തതും ഇവിടെ വന്നതും ഒക്കെ. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ബാംഗ്ലൂരായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി, ഞാൻ എക്സാം എഴുതി. ഇപ്പം ഞാൻ തിങ്കളാഴ്ച എക്സാം എഴുതിയെങ്കിൽ ബുധനാഴ്ച എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നോർമലി നമുക്ക് ഒരാഴ്ചയൊക്കെ സമയം എടുക്കും ബാംഗ്ലൂരൊക്കെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് വന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് 2 മൊഡ്യൂൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി അങ്ങനെ പുതുക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ മാർച്ച് 10, 2024 ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു ആ വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാം എടുത്തു, എനിക്ക് കിട്ടിയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ 2025 ഞാൻ ഉടമ്പടി പുതുക്കി. അതിനു മുന്നേ കടന്നുപോയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് അനിയനും ആ സമയത്ത് +2 പഠിക്കുന്ന സമയമാണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാനസിക ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ
ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം എല്ലാവരും അറിഞ്ഞു ഞാൻ ഇതാ പഠിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കിത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു കോഴ്സ് എടുക്കാനൊന്നും പറ്റില്ല. ബന്ധുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഇവിടെ നിനക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചാൽ പോരെ, ജർമ്മനിയിൽ തന്നെ പോയി പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അങ്ങനെയൊക്കെയായി. പിന്നെ ആദ്യം അവർ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവർ പിന്നീട് സംസാരിക്കുന്നതൊക്കെ അത്ര എന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ എക്സാം ക്ലിയറായി. എക്സാംസ് എല്ലാമേ തന്നെ എൻ്റെ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഏജൻസി, എൻ്റെ മനസ്സിലൊരു ഏജൻസി ഉണ്ടായിരുന്നു, ഇന്നൊരു ഏജൻസിയിൽ എനിക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മെഴുകുതിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം കാണാനിടയായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെ മാതാവ് എനിക്ക് ചെയ്തു തരും. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കൂടുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഏജൻസിയെ കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വന്ന് ഉടമ്പടി, അത് കഴിഞ്ഞ് മൂന്നാമത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാശുരൂപവും ഉപ്പും തൈലവും തേച്ച് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ തൈലം തേച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെയാണ് എനിക്കത് രണ്ടും കിട്ടിയത്. കാരണം അത്ര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ജർമ്മനിയിൽ ടോപ്പ് 10 സ്കൂളിലേക്കാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതും. അപ്പം അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടി. ജാനുവരിയിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിസ സബ്മിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിസ വരാൻ കുറച്ച് ഡിലേ ആയി. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വിസ വന്നു, പക്ഷേ എനിക്ക് മാത്രം വിസ വന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങളുടെ ലാംഗ്വേജ് എക്സ്പയറി ആയിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുമോ, വിസ റിജക്റ്റ് ആവുമോ? അതിന് മുന്നേ കൊടുത്തിരുന്ന കുറച്ച് പേർക്ക് റിജക്റ്റ് ആയി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദൈവമേ എന്ത് ചെയ്യും? ഇത്രയും വരെ വന്നിട്ട് ഞാനിനി എന്ത് പഠിക്കും, എങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 1 എൻ്റെ വിസ വന്നു. അന്ന് തന്നെ ഞാൻ ടിക്കറ്റും എടുത്തു. ഈ മെയ് 2 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു ഈ ജേണി. പക്ഷേ ഈ ജേണി ഒട്ടും ഈസി അല്ലായിരുന്നു. ഞാൻ എനിക്ക് ജർമ്മനിക്ക് പോകാൻ വിസ കിട്ടി എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതല്ല. ഈ ഉടമ്പടിയിൽ ദൈവം എങ്ങനെ എന്നെ നടത്തി, അമ്മ മാതാവ് എങ്ങനെ എൻ്റെ ജീവനും തിരിച്ചു തന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എനിക്ക് വിസ വരുമ്പം എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഗോൾഡൻ 7 എന്ന് പറയും. അപ്പം എൻ്റെ വിസയും 7 ഇങ്ങനെ അടിച്ചു വരുമായിരുന്നേ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വാശിയൊന്നും പിടിച്ചില്ല, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിട്ടാണ് തുറന്നു നോക്കുന്നത്. എൻ്റെ വിസയായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നയാൾ. അപ്പം തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, വിസ വന്നാൽ അപ്പം തന്നെ പറയണമെന്ന്. എൻ്റെ വീട് എരുമേലിയിലാണ്. എരുമേലിയിൽ നിന്ന് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കാറിന് ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വിസ പൊട്ടിച്ച് തുറന്ന് കാണുന്നത്. എൻ്റെ വിസ 7 അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും ഇപ്പോഴും എനിക്കിവിടെ കയറി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയേറെ ഞാൻ ഈ 2-3 വർഷം വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷവതിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഈ ഉടമ്പടി മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എനിക്ക് ഉടമ്പടി തിരിച്ചു തന്നത്. ഉടമ്പടി പുതുക്കാതെ ഞാൻ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി പുതുക്കാതെ ഇരുന്നിട്ടേ ഇല്ല. ഡേറ്റ് എന്നാണോ എൻ്റെ തീരുന്നത് അന്ന് വന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി വന്ന് പുതുക്കും. പിന്നെ എൻ്റെ 2 നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മമാരുടെ. അവർ കുറേ പേരൊക്കെ പാരലൈസ്ഡ് ആണ്. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും പാരലൈസ്ഡ് ആണ്. അപ്പം ഞാൻ രാവിലെ അവിടെ പോവും. അവിടെ 6:30 കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ 6 മണി അവിടെ ചെല്ലും. കുർബാന കഴിഞ്ഞ് കുളിപ്പിക്കാൻ പോകും. അവരെ വസ്ത്രമൊക്കെ മാറ്റും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യം ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരുന്നത്, ചിലപ്പോൾ സന്ധ്യ വരെ അവിടെ നിൽക്കും. അങ്ങനെ ഇന്ന ദിവസങ്ങളിൽ നിന്നൊന്നുമില്ല. ഞാൻ എപ്പോഴൊക്കെയാണോ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോഴെല്ലാം ഞാൻ അവിടെ തന്നെ പോകുമായിരുന്നു. പിന്നെ ഞാൻ ബൈബിള് 1 മണിക്കൂറോളം വായിക്കും. 1-2 മണിക്കൂറൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ വായിക്കും. എനിക്കിഷ്ടമായിരുന്നു വായിക്കാൻ.
അതുപോലെ തന്നെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും തന്നെ പോകും. ഇപ്പം എനിക്ക് രാവിലെ എൻ്റെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ 15 കിലോമീറ്റർ 18 കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് പിന്നെ വൈകുന്നേരം കുർബാനയുള്ള പള്ളി വരുന്നത്. അവിടെ ഞാൻ വൈകിട്ട് പോകും. എന്നിട്ട് സന്ധ്യയാവും തിരിച്ചു വരുമ്പോൾ. എന്നാലും എനിക്ക് ഭയങ്കര ഉടമ്പടി എടുത്തേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, കുർബാന അവിടെ നടന്നിട്ട് എങ്ങനെ വീട്ടിൽ ഇരിക്കും, അങ്ങനെ ഭയങ്കര വെപ്രാളമാണ്. ഞാനിത് കുറേ പേര് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന്. പക്ഷെ അല്ല, ശരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുർബാന ഉണ്ടായിട്ട് നമ്മൾ പോവാതിരിക്കുന്നത്. അപ്പം ഇനിയും ഞാൻ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇന്ന് ഈ ആൾത്താരെ കയറി നിൽക്കുന്നത്. ഇനി ഞാൻ മെയ് 2 പോവുകയാണ്. ഇനി അങ്ങോട്ടും ഈ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ആമേൻ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവളെ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ദൈവം ഇസ്രായേലിനോട് ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. നമ്മൾ തിരിച്ചു വരും എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴെല്ലാം, നാം അകന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നമ്മെ ഒരു വശീകരണ ശക്തി പോലെ ദൈവം നമ്മെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ആൻ ജോസഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പലരോടും അത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലുത്. നാം പഠിച്ചാലേ നമുക്ക് ജയിക്കാനാകൂ. പക്ഷേ ഒരു വേള മകൾക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മകൾക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഈശോ ഈ മകളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് കാരണം, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളെയും എടുത്തു മാറ്റിക്കൊണ്ട് താൻ ഉടമ്പടി പുതുക്കി എക്സാം പാസ്സായി, അതോടുകൂടി ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി, പരാജയങ്ങൾ അടിക്കടി വരാൻ തുടങ്ങിയപ്പോഴെല്ലാം പെട്ടെന്ന് കാലുമാറുന്ന ഒരവസ്ഥ ഈ മകൾക്കുണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് ജീവിതത്തിൽ വലിയ അർത്ഥമില്ല, ഞാൻ പരാജയപ്പെടുകയാണ്, വീണ്ടും ഉടമ്പടി സംശയിക്കുന്ന ചില നിമിഷങ്ങൾ ഈ മകൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മകളെ ദൈവം ആൻ ജോസഫിനെ ദൈവം ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഒരാളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കും. നീ എൻ്റേതല്ലേ. ഒരുപാട് സമയങ്ങളിൽ സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ എന്ന് സ്വന്തമാക്കുന്ന ആ ദൈവത്തിൻ്റെ അചഞ്ചലമായ അല്ലെങ്കിൽ ശാശ്വതമായ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു സാക്ഷ്യമാണിത്. നമുക്ക് ഒരു OET പാസ്സാവുക അല്ലെങ്കിൽ ഒരു ജർമ്മൻ വിസ ലഭിക്കുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം എന്നെ എല്ലാവരും കൈവിടുമ്പോഴും എൻ്റെ ഈ ഉടമ്പടിയാണ് എൻ്റെ ഉറപ്പ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതമാണ്. കാരണം എനിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയായിരുന്നു. ഞാൻ ഇനി എപ്പോഴും ഇവിടെ ഏറ്റുപറഞ്ഞതുപോലെ ഞാൻ ഏത് തന്നെ ജീവിതാവസ്ഥയിൽ ഏത് ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ദൈവസ്നേഹത്തെ ഏറ്റുപറയാതെ, ദൈവസ്നേഹം അനുഭവിക്കാതെ, ദിവ്യബലിയിൽ പങ്കുകൊള്ളാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അത്രമാത്രം സ്നേഹം ദൈവം ഈശോ നമ്മോട് വ്യക്തമാക്കി തരുന്നത് പോലെ അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈശോയെ തരാൻ മാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഈശോ സ്നേഹം പ്രകടമാക്കിയത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നാം ഒരു തരത്തിൽ ശത്രുക്കൾ തന്നെയാണ്. ഓരോ സമയത്തും എനിക്ക് വിസ ലഭിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുക്കുന്ന എൻ്റെ സ്വഭാവത്തെ പോലും ഈശോ കുരിശിൽ വില കൊടുത്തുകൊണ്ട് നമ്മെ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം, ഇവിടുത്തെ ഒരു വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ലാഗ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെയായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ചു തരും. ആൻ ജോസഫിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് വീണ്ടും ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് നിയ എബ്രഹാം. ഞാൻ മാന്നാറിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് PCODയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് പറഞ്ഞു അവർ IVF ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ വില്ലിങ് അല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്
8/5/2025 ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ വിരലിൽ സൈത്ത് പുരട്ടി, ഞാനതെൻ്റെ വയറിന്മേൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ ബ്ലീഡിങ് നിന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 25 എന്നുള്ള ഡേറ്റ് മാതാവ് എന്നെ കാണിച്ചു തന്നു. അന്ന് എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ യൂട്രസ് കുറച്ച് ഓപ്പൺ ആയിരുന്നു. 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലതായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം, 25-ാം തീയതി നമുക്കൊരു സ്കാൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി പത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം അഡ്മിറ്റ് ആകാനുള്ള ബാഗെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബാഗ് നോക്കി ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഡെലിവറി ടൈമിലല്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ 25-ാം തീയതി ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസ് ക്ലോസ് ആയിട്ടുണ്ട്, ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ആദ്യം അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈം മുഴുവൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്നെങ്കിൽ അമ്മയുടെ പേര് ഞാൻ മരിയ എന്ന് അവൾക്ക് പേരിടാമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഡെലിവറിയിൽ നിന്ന് ഒരു പ്രശ്നവുമില്ലായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. അമ്മ എനിക്ക് ഒരു പെൺകുഞ്ഞിനെയാണ് തന്നത്, അവൾക്ക് ഞാൻ മരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഉടമ്പടി വസ്തുവായിട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തെല്ലാം ഞാൻ ആ ഉപ്പ് ഇച്ച് കഴിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പത്രം എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും രോഗികളെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും എന്നാൽ കഴിയുന്ന സഹായമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ബൈബിൾ വായിക്കാനും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഇത്രയും വലുതും ചെറുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവിയുടെ പുസ്തകം 26-ാം അധ്യായം 9-ാം വചനമാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസ പ്രകടനമാണ്. ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുമാണ് പരിശുദ്ധ അമ്മയുടെ വചനത്തിൽ പറയുന്നത്. അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. ആ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ, വചനത്തിന് അധിഷ്ഠിതമായ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ദൈവം തൻ്റെ ഉടമ്പടി നിലനിർത്തുന്നവനാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. കൃപാസനം ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നത്. നിയ എബ്രഹാം എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം അനുഗ്രഹിച്ച ഒരു കുഞ്ഞുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അസാധ്യ കാര്യങ്ങൾ നടത്തി തരുന്ന, സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത ആ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതവും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസം പുതുക്കാനും നമ്മുടെ ജീവിതത്തിൽ ഫലം കാണാത്ത സമയങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. കൃപാസനം അമ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിയ എബ്രഹാമിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ കുഞ്ഞു വാവ മരിയയ്ക്കും ദൈവം തന്നെ നൽകിയ മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യേശുവേ. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് ഷായൽ. ഞാൻ വരുന്നത് വയനാട് ജില്ലയിലെ സെൻറ് തോമസ് ചർച്ച് അരിഞ്ചേർമല ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസത്തിലാണ്. ഉടമ്പടി എടുത്തത് എനിക്ക് DHA എക്സാം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ എക്സാം എനിക്ക് ഏപ്രിൽ 18-നായിരുന്നു. അതിനു മുമ്പ് ഇവിടെ വരികയും അച്ഛനെ കാണുകയും അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന നേടുകയും ചെയ്തിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുകയും ഉടമ്പടി വസ്തുക്കൾ നെറ്റിയിൽ പൂശുകയും ചെയ്തിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് കയറി എനിക്ക് അവർ ടോക്കൺ തന്നത് നീല കളർ ടോക്കണായിരുന്നു തന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഇനി ഒന്നിനും പേടിക്കണ്ട. അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്ന എക്സാം ടെൻഷൻ അടിച്ചാണ് വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞത്. റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കോടെ പാസ്സാവാനുള്ള കൃപ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എക്സാം പാസ്സായി ഞാൻ ജൂലൈ 17-നാണ് ദുബായിലേക്ക് പോകുന്നത്. ദുബായിൽ ചെന്ന് അവിടുന്ന് വിസിറ്റിംഗ് വിസയിലാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ആകുന്നില്ലായിരുന്നു. ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ജോലിയൊന്നും ആകുന്നില്ല. ആ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചും വേദനിച്ചതുമായ സമയമായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡ് പ്രാർത്ഥനകളും മാത്രമായിരുന്നു ആ സമയത്തെ ആശ്വാസം. മാതാവിനോടുള്ള പ്രാർത്ഥനകളിൽ മാതാവ് പറയുന്നുണ്ടായിരുന്നു, വിശ്വസിക്കുക എന്ന് മാത്രമാണ് മാതാവിനോട് പറഞ്ഞിരുന്നത്. മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി. പ്രാർത്ഥനയിലൂടെ 6 മാസത്തോളം ഞാൻ അവിടെ താമസിച്ചു. ആ താമസിച്ച ഓരോ സമയത്തും എനിക്ക് ഭക്ഷണത്തിനോ താമസത്തിനോ ഒരു കുറവ് പോലും മാതാവ് എനിക്ക് വരുത്തിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും അറിയാതെയാണ് മാതാവ് എന്നെ 6 മാസം അവിടെ കാത്തു സൂക്ഷിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് നിനക്ക് മുമ്പേ ഞാൻ നിൻ്റെ ദൂതനെ അയക്കും എന്ന വചനം പ്രാവർത്തികമാക്കിക്കൊണ്ട് എൻ്റെ കസിൻ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. ഞാൻ ഒരു കാര്യമേ മാതാവിനോട് ആവശ്യപ്പെട്ടുള്ളൂ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് അവിടെ പ്രകടമായിരിക്കണം. ഇൻ്റർവ്യൂവിന് ചെന്ന് കയറുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ എനിക്ക് കാണാൻ സാധിച്ചത് മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറിലുള്ള പെയിൻ്റാണ്. അത് കണ്ടതോടെ എനിക്ക് മനസ്സിലായി ഈ ജോലി മാതാവ് എന്തായാലും എനിക്ക് നൽകിയിരിക്കും. ഉടമ്പടി വസ്തുക്കളായി തൈലവും ഉപ്പും ഞാൻ അവിടെയും ഉപയോഗിച്ചു. ആരും ചവിട്ടാത്ത ഏരിയയിൽ ഞാൻ ഉപ്പ് വിതറി. ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി. ഒരു കുഴപ്പവും കൂടാതെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെ തന്നെ എത്രയും വേഗം ഇൻ്റർവ്യൂ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. ഇന്നിവിടെ ഞാൻ ആയിരിക്കുന്നത് തന്നെ മാതാവിൻ്റെ വലിയൊരു കരുണ കൊണ്ടാണ്. ഇതുവരെ കയറിയവരിൽ പ്രൊബേഷൻ പീരീഡ് കഴിയാതെ ഒരു നേഴ്സിനും ആനുവൽ ലീവ് കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. കയറി 2 മാസം കൊണ്ട് എനിക്ക് ലീവ് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യവും എനിക്ക് തന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ എൻ്റെ മുമ്പിൽ ആരെന്ത് ആവശ്യം പറഞ്ഞാലും എന്നെ കണ്ടാവും വിധം ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണത്തിനാണെങ്കിലും പൈസയ്ക്കാണെങ്കിലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ സഹായിക്കുന്നു. അവിടെ അടുത്തുള്ള ഒരു അമ്മമാരുടെ ഒരു വൃദ്ധസദനത്തിൽ പോയി അമ്മമാരെ കാണുകയും അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട്. പത്രം വാങ്ങി വിതരണം ചെയ്യുകയും വീടുകളിൽ വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന അരിഞ്ചേർമലയിലാണ് എൻ്റെ ഇടവക. ഞാൻ ഉടമ്പടി എടുത്തത് 2019-ലാണ്. ഈ ചേച്ചിയുടെ മോൻ്റെ മോള് ഗർഭിണിയായിരുന്നു, 5 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഈ ചേച്ചിക്ക് അവൾക്ക് 40 വയസ്സായിരുന്നു പ്രായം. അന്നേരം 5-ാം മാസത്തിൽ അവൾക്ക് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു 40 വയസ്സായാലേ ഇനി പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അബോർഷൻ ചെയ്തുകൊള്ളാം, കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് വിഷമിച്ച് ഇവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അപ്പോൾ ഈ ചേച്ചി എന്നോട് വിളിച്ചു പറഞ്ഞു, എൽസമ്മേ നീ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഇവർ അമ്പലവയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ അവരെ ചേച്ചീനെ അഡ്മിറ്റാക്കി. അവളെ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനും പിറ്റേ ദിവസം അവൾക്ക് ബ്ലീഡിങ് തുടങ്ങി. ആ കുഞ്ഞ് പോകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ എൻ്റെ വയറിൽ വിശ്വാസപ്രമാണം മാതാവിൻ്റെ തൈലം തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഈ കുഞ്ഞിന് ലഭിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് അൾത്താരെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. കുഞ്ഞിന് മാതാവിൻ്റെ പേരായിട്ട് മരിയ എന്ന് പേര് നൽകി. ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും പിന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേനും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെ ഈ കുഞ്ഞ് രക്ഷപ്പെട്ട് ഈ കുഞ്ഞിനിപ്പം മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്
പത്രം ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഉപ്പും തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും കയറി കൊടുക്കും. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും പനമരത്തുള്ള അമ്മമാരുടെ വൃദ്ധസദനത്തിൽ പോയി അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്രയും തന്ന മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു. തിരുക്കുമാരന് കൊടാനുകൂടി നന്ദി പറയുന്നു. സഭാപ്രസംഗങ്ങൾ 2:26 തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. എൽസമ്മ ഷാജു എന്ന ഈ അമ്മയും ഷായൽ എന്ന ഈ മകളും വലിയ സന്തോഷത്തോടുകൂടി അമ്മ മാതാവിനോട് ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേകത, തിരിച്ചറിയേണ്ട ഒരു പ്രത്യേക കാര്യം, ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചേരുന്ന പല അടയാളങ്ങളും പല സന്ദേശങ്ങളും നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും. അവയെ തിരിച്ചറിയുന്നതിനുള്ള കൃപയാണ് ആ നിയോഗം അനുഗ്രഹമാകുന്നതിനുള്ള വഴിയായിത്തീരുന്നത്. മകൾ 2 കാര്യങ്ങൾ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു. ആദ്യത്തത് DH എക്സാമിന് പോകുമ്പോൾ മകളുടെ മാതാവിൻ്റെ ഒരു പ്രസൻസ് കൂടെ ഉണ്ടാവണം, മാതാവ് ഈ പരീക്ഷയ്ക്ക് കൂടെ ഉണ്ടാവണം, എനിക്കിത് പഠിച്ചിട്ട് വലുതായിട്ടൊന്നും അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് നേടത്തില്ല എന്ന് പറഞ്ഞ് മാതാവിനോട് സാന്നിധ്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ ആ എക്സാമിന് കയറുമ്പോൾ കിട്ടുന്ന ടോക്കൺ അതൊരു നീല കളറായിരുന്നു. ആ നീല കളർ കിട്ടിയ ടോക്കൺ അതവിടെ അന്ന് പരീക്ഷ എഴുതിയ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മകളെ സംബന്ധിച്ച് അത് അമ്മ മാതാവിൻ്റെ നിറമാണ്, അമ്മ എൻ്റെ കൂടെയുള്ളതിൻ്റെ ഒരടയാളമാണ്. അതൊരു വലിയ ആത്മധൈര്യമായി ആ പരീക്ഷയിൽ പങ്കുചേരുവാനും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ വിജയം നേടുന്നത് തിരിച്ചറിയുവാനും സാധിക്കുന്നു എന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു ആകസ്മികമായി സംഭവിച്ച വിഷയമല്ല. മകൾ പറയുന്നുണ്ട്, വിസിറ്റ് വിസയിൽ ദുബായിൽ പോയി 6 മാസത്തോളം ജോലിയില്ലാതെ കഷ്ടപ്പെട്ടു. എന്നിട്ട് അമ്മയുടെ സഹായത്താൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാവുന്നതിന് ജോലി വേണം എന്നാഗ്രഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും അടുത്തൊരടയാളം മകൾക്ക് കിട്ടുന്നുണ്ട്. മകൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന ഇടത്ത് മകൾ കാണുന്നത് അവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് സിൽവർ ഗ്രേ ആണ്. അത് മാതാവിൻ്റെ നിറമാണ്. മകൾ അതങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. വർഷങ്ങളായി അതിനകത്ത് കയറി ഇറങ്ങുന്നവർക്ക് അത് വെറുമൊരു പെയിൻ്റായിരിക്കും. മകളെ സംബന്ധിച്ച് എന്നെ നയിക്കുന്ന, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, ഞാൻ ശരണപ്പെട്ട് വിളിച്ചാൽ എൻ്റെ അടുത്തെത്തുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് ആ സിൽവർ ഗ്രേ നിറമുള്ള ആ മുറിയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മകൾ പറയുന്നത്, ഞാൻ നല്ല ആത്മധൈര്യത്തോടെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. എനിക്ക് മുൻപേ ഒരു ദൂതനെ എൻ്റെ ഒരു ബന്ധുവിലൂടെ അവിടെ ക്രമീകരിച്ചു. അതുകൊണ്ട് ആ ജോലി നഷ്ടപ്പെടുത്താതെ അമ്മ എനിക്ക് ഏൽപ്പിച്ചു തരികയും ആ ജോലിയിൽ പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ പക്ഷേ അത് ആ ലഭിക്കുന്ന സമയത്ത് വളരെ ഷാലവായിരിക്കും, ഒരു ഫെയ്ഡിങ് പോലെ നമുക്ക് വരുന്നതായിരിക്കും. പക്ഷേ എത്ര കണ്ട് വിശ്വാസം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യാശയോടുകൂടി ഇത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അടയാളവും അനുഗ്രഹത്തിനുള്ള വഴിതുറക്കലുമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത് നമ്മളെ നിയോഗം അനുഗ്രഹമാകും വിധം കൺവേർട്ട് ചെയ്യും, പരിവർത്തനപ്പെടുത്തും. അമ്മ പറയുന്നില്ലേ, മറ്റൊരു കുടുംബത്തിലെ ഒരുപക്ഷെ അമ്മയ്ക്ക് അധികമൊന്നും അറിയാത്ത ഒരു മോള് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അമ്മയെ വിളിച്ചു പറയുന്നു, അത് 5-ാം മാസത്തിൽ അത് പ്രായം കൂടുതൽ അമ്മയ്ക്കുള്ളത് 40ഓളം വയസ്സായതുകൊണ്ട് അതിനി ക്യാരിങ് ആയാൽ ബുദ്ധിമുട്ടാണ്, അബോട്ട് ചെയ്യണം, കുഞ്ഞിന് ഡൗൺ സിൻഡ്രത്തിന് സാധ്യതയുണ്ടെന്ന്. ഈ അമ്മ 14 തവണ ഉടമ്പടി പുതുക്കിയ സഹോദരിയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേയധികം നാളായി എന്താണ് ഉടമ്പടി എന്ന്, ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യാശ എന്തെന്ന്, സീറോയിൽ നിൽക്കുമ്പോഴും ഹീറോ ആകുവാനുള്ള വഴി എന്തെന്ന് അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ നന്നായി ഹൃദയത്തിൽ ആത്മീയമായ ദർശനങ്ങൾ, ബോധ്യങ്ങൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അത് തൻ്റെ തന്നെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് ഉടമ്പടി തൈലം പൂശി ആ ഗർഭിണിയായിരിക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആദ്യത്തെ ആശുപത്രിയിൽ നിരന്തരം അബോർഷൻ പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി അടുത്ത 2ാമത്തിടത്ത് ചെല്ലുമ്പോൾ അവരും ആദ്യം അബോർഷൻ പറഞ്ഞിട്ട് സ്കാനിങ്ങിന് വേണ്ടി കയറ്റുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന റിസൾട്ട് വരികയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നത്.
നമ്മൾ ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ ഓർക്കണമേ, അതിൻ്റെ തുടക്കം വളരെ ചെറുതായിരിക്കും. നമുക്ക് തരുന്ന ആദ്യത്തെ ഒരു ഗ്രീൻ സിഗ്നൽ അത് വളരെ ചെറുതായിരിക്കും. ആ ഗ്രീൻ സിഗ്നലിനോട് നമ്മൾ എത്ര കണ്ട് പ്രത്യാശ വെച്ച് പുറകെ അമ്മയെ ചേർത്ത് പിടിച്ച് നടക്കുന്നുവോ അത് വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് വഴിവിട്ടും. ആ പ്രത്യാശയോടു കൂടി ഉടമ്പടി ജീവിക്കാം. അമ്മ കൂടെ നിന്ന് ഈശോയുടെ അനുഗ്രഹങ്ങൾ നേടിത്തരും. ഈ കുടുംബത്തിനും മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്